അപ്പോൾ ഇന്ന് ടോട്ടൽ പേയ്മെൻ്റ് എന്ന് പറയുന്നത് എറൗണ്ട് 758 രൂപ ടോട്ടലി കിട്ടിയിട്ടുണ്ട്. 3 മണിക്കൂറും 50 മിനിറ്റും നിന്നിട്ടുണ്ട്. 7 ജിഗ് കംപ്ലീറ്റ് ചെയ്തു, 13 ട്രിപ്പ്. സോ ഇതിൽ 7 ജിഗും കറക്റ്റായിട്ടൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ 1000 രൂപയ്ക്ക് മുകളിൽ പേയ്മെൻറ്റ് വന്നനെ. സോ കറക്റ്റ് ഇന്നത്തെ ടാർഗറ്റ്, മിനിമം ടാർഗറ്റ് 13 ആക്കി അവർ. സോ അവർ വന്ന് ടാർഗറ്റൊക്കെ കൂട്ടി കളിക്കുവാണ്. 13 ആക്കി മിനിമം ടാർഗറ്റ്, അത് കറക്റ്റ് കിട്ടിയോണ്ടാണ് ഈ 758 കിട്ടിയത്. അല്ലെങ്കിൽ 500-നകത്ത് കിട്ടിയത്. ഞാൻ വിചാരിച്ചു 11 മണിയായപ്പോഴത്തേക്ക് ഞാൻ 12 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 11 മണിയായപ്പോൾ പിന്നെ ഏകദേശം 11:25, 30 വരെ വെയിറ്റ് ചെയ്തിട്ടാണ് അടുത്ത ഒരു ഓർഡർ കിട്ടിയത്. അല്ലാതെ ഞാൻ വിചാരിച്ചു ഇന്നലത്തെ പോലെ എന്നെ പഴയ പോലെ തേക്കുമെന്ന്. പക്ഷെ തേച്ചൊന്നുമില്ല. ഇന്നലെ ഒരു ഓർഡറിനാണ് പോയത്. അല്ലെങ്കിൽ 650 മുകളിൽ പേയ്മെൻറ്റ് ഇന്നലെ വരാനുള്ളതാണ്. അതിനാണ് ഈ 500 സംതിങ്ങിൽ നിന്നത്. പോക്കറ്റ് നോക്കുകയാണെങ്കിൽ 2799. ഈ ആഴ്ച വളരെ പാർട്ട് ടൈം ആയിട്ടാണ് ഞാൻ ഓടിയത്. കാരണം കഴിഞ്ഞ ആഴ്ച വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച 4 ദിവസം ഞാൻ ഇറങ്ങിയിട്ട് 43 ഓർഡർ മാത്രമേ ഇതുവരെ ആയിട്ടുള്ളൂ. സോ കഴിഞ്ഞ വീക്ക് നമ്മൾ ടോട്ടൽ എടുത്ത ഓർഡേഴ്സ് എന്ന് പറയുന്നത് എറൗണ്ട് 88 ഓർഡേഴ്സ് എടുത്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ 4 ദിവസം കൊണ്ട് നേരെ പകുതി ഓർഡേഴ്സ് പോലും എടുത്തിട്ടില്ല. അതായത് 88ൻ്റെ പകുതി 44, ഏകദേശം ആ ഒരു റേഞ്ച്, ഒരു ഓർഡറിൻ്റെ മിസ്സിങ് അത്രേ വന്നിട്ടുള്ളൂ. അത് ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ എറൗണ്ട് 3000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കയറിയേനെ 4 ദിവസം കൊണ്ട്. സോ ഇത് 700-ഉം 600-ഉം ഒക്കെയാണ് ഓടിയത്. 1000-ന് മുകളിൽ ഒരു ദിവസം പോലും പേയ്മെൻറ്റ് കയറിയില്ല. നോക്കട്ടെ, ഇനി അടുത്ത 3 ദിവസം കൊണ്ട് 1000-ന് മുകളിൽ പേയ്മെൻറ്റ് കയറുകയാണെങ്കിൽ നമുക്കൊരു 7000 റേഞ്ച് വെച്ച് പിടിക്കാം എന്തായാലും. സോ എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നാളെ നമുക്ക് മറ്റൊരു സൊമാറ്റോയുടെ വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.